യേശു കർത്താവ് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മുകളിലോട്ട് ഗുരുത്വാകർഷണ നിയമമെല്ലാം തകർത്തുകൊണ്ട് കർത്താവ് മുകളിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, ചിലരോ അടുത്തു വന്ന് നമസ്കരിച്ചു, ചിലരോ സംശയിച്ചു. ഒന്ന് പറഞ്ഞ ആ വാക്യം മോനെ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം. ഇന്നത്തെ വചന ശുശ്രൂഷയല്ല, എടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിനകത്ത് കയറി പോകും. അതുകൊണ്ടാണ് ഞാൻ ആ റെഫറൻസ് പറയുമ്പോൾ ഈ ടി വിയിലൊന്ന് കണ്ടോ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം ഒടുവിലത്തെ വാക്യം 16-17 ആ ഒരു ഭാഗം. എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. ചിലരോ, ഈ രണ്ട് കൂട്ടർ ഇപ്പോഴും കേരളത്തിലുണ്ട്, തിരുവനന്തപുരത്തും ഉണ്ട്. ആരാണ് ഈ രണ്ട് കൂട്ടർ? അടുത്തു വന്ന് വിശ്വസിച്ച് നമസ്കരിക്കുന്നവരും മാറി നിന്ന് സംശയിക്കുന്നവരും. ഹലോ, ഈ നിങ്ങൾ ഇതിനകത്ത് ഏത് കൂട്ടത്തിലാണെന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. അതറിഞ്ഞിട്ടേ ഞാൻ ഇന്ന് എന്തെങ്കിലും സംസാരിക്കുന്നുള്ളൂ. ദൂരെ മാറി നിന്ന് സംശയിക്കുന്നവരാണോ നമ്മൾ? അനുഭവിച്ചറിഞ്ഞ് അരികിൽ വന്നവനെ ആരാധിക്കുന്നവരാണോ നമ്മൾ? അരികിൽ വന്ന് അവനെ അടുത്തറിഞ്ഞ് അവനിൽ വിശ്വസിച്ച ദൈവമക്കൾ, പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ നമ്മുടെ ഇന്നത്തെ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബിനകത്തും എല്ലാ ചാനൽസിലും. ഈ ശുശ്രൂഷ തിരുവനന്തപുരത്താണ് നടക്കുന്നത്. തിരുവനന്തപുരത്ത് ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത പ്രിയമുള്ളവർ, ഇന്നത്തെ ശുശ്രൂഷയുടെ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിനകത്തുനിന്ന് ടൈപ്പ് ചെയ്ത് പങ്കുവയ്ക്കണം. ലൈവിൽ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇത് സർവീസ് കഴിയുമ്പം നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കണം. സത്യം പ്രചരിക്കപ്പെടാത്തടുത്ത്, സത്യം പങ്കുവെക്കാതെ പോയാൽ, സത്യം അറിയിക്കാതെ പോയാൽ അസത്യം തൻ്റെ വേര് ഉറപ്പിക്കും. വെളിച്ചം പക്കലുള്ളവർ അത് പ്രകാശിപ്പിക്കാതെ പോയാൽ ഇരുട്ട് ആധിപത്യം പുലർത്തും. പക്ഷെ വെളിച്ചം കയ്യിലുള്ളവർ ആ വെളിച്ചം അടിച്ചാൽ പിന്നെ ഇരുട്ടിനോട് നിൽക്കാൻ കഴിയത്തില്ല. ചേർന്നൊരാമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, നിങ്ങൾ എപ്പോഴും സ്നേഹത്തിൽ സത്യം സംസാരിക്കുന്നവർ ആയിരിക്കണമെന്ന്. ചേർന്നൊരാമീൻ പറയാമോ? ഹല്ലേലൂയ. സത്യമായി പറയണം. ആമേൻ. ഹല്ലേലൂയ. ഷിജിൻ ബ്രദർ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ നല്ലൊരു ശുശ്രൂഷകനാ, നന്നായിട്ട് പാടുന്ന ഒരു മകനാ, വളരെ ഡെഡിക്കേറ്റഡാ. അത് പറയാൻ നമ്മൾ മടിക്കരുത്. കുഴപ്പമില്ല. ഈ നമ്മുടെ ആളുകളിൽ ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു പുതിയ വാക്കാണ് ഒന്നും പറയാനില്ല. അത് പണ്ടേ ഒന്നും പറയാനില്ല. ഏതാ? പണ്ട് മുതലേ ഒന്നും പറയാനില്ല. പ്രൈസ് ദി. ഇപ്പോഴും ഒന്നും പറയാനില്ല. ഇനി എപ്പോഴാ പറയുന്നേന്നുള്ളതാ. ചേർന്നൊരാമീൻ പറഞ്ഞേ. ഹല്ലേലൂയ. പറയണം, സുവിശേഷം പറയണം, സത്യം പറയണം, വചനം പറയണം, നന്മ പറയണം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന അതിപ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ ഇന്നത്തെ ഈ ആരാധനയിൽ, ഈ ശുശ്രൂഷയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോവുകയാണ്. വായികൾ തുറന്ന് പറഞ്ഞ ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന 4 കാര്യങ്ങൾ. ഹല്ലേലൂയ. ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കുന്നു. ഇന്ന് ഞാൻ ഈ പ്രാർത്ഥനയിൽ, ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ യാത്ര ചെയ്തു വരുന്ന സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവ് വളരെ കൃത്യമായി ഇടപെട്ടതായ ഒരു സന്ദേശമാണ്. ദൈവം ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു കൂട്ടത്തെ അവരുടെ വ്യക്തിപരമായ പ്രതിസന്ധികളിൽ നിന്ന് പുറത്തെടുക്കും. അത്
അറ്റ് എനി ടൈം സംഭവിക്കാം. അങ്ങനെ സംഭവിക്കട്ടെ. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന അതിപ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ. ഒന്ന്, നാം വിശ്വസ്തരായിരിക്കുക. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന അതിപ്രധാനപ്പെട്ട 4 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം, നാം ഫെയ്ത്ത്ഫുൾ ആയിരിക്കുക. കാരണം നമ്മൾ സേവിക്കുന്നത്, നമ്മൾ ആരാധിക്കുന്നത്, നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ പ്രസംഗിക്കുന്നത് വിശ്വസ്തനായ ദൈവത്തെയാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവം നമ്മിൽ എന്താണ് അന്വേഷിക്കുന്നത്? ദൈവം നമ്മിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? നാം അവന്റെ സന്നിധിയിൽ വിശ്വസ്തരായിരിക്കുക. ദൈവം നമ്മെ ഏൽപ്പിച്ച എല്ലാത്തിലും, അതിൽ കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, ബിസിനസ്സുണ്ട്, സഭയുണ്ട്, ബന്ധങ്ങളുണ്ട്, നാം പ്രവർത്തിക്കുന്ന സകല മേഖലകളുമുണ്ട്. അവിടെയെല്ലാം നാം വിശ്വസ്തരായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിലെന്തെങ്കിലും നന്മയുണ്ടോ? അതിലെന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? അവർക്ക് ദൈവത്തിന്റെ മുൻപാകെ എന്തെങ്കിലും പരിഗണനയുണ്ടോ എന്ന് നാം കേൾക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ കൊരിന്ത്യ സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോ 1 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ പൗലോസ് വെളിപ്പാടുകളുടെ ആധിക്യത്താൽ പറയുന്നുണ്ട്, ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തർ ആയിരിക്കണം എന്നത്രേ. ദൈവം നിങ്ങളുടെ പേഴ്സിൽ എത്ര പണമുണ്ട് എന്ന് അന്വേഷിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ട നന്മ ദൈവം തരും. നിങ്ങൾ ഇന്ന് ഏത് വണ്ടിയിലാണ് വന്നതെന്ന് ദൈവം അന്വേഷിക്കുന്നില്ല. നിങ്ങൾ ഇന്ന് ഏത് കളർ ഡ്രസ്സാണ് ഇട്ടതെന്ന് ദൈവം തെരഞ്ഞു പിടിച്ച് നോക്കാൻ വരുന്നില്ല. പക്ഷെ ദൈവം എപ്പോഴും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ, നമ്മുടെ ഓരോ ചുവടുകളിലും, ഓരോ മൂമെന്റ്സിലും നമ്മുടെ ആക്ഷൻസിനെ, നമ്മുടെ സംസാരങ്ങളെ, നമ്മുടെ പ്രവർത്തികളെ ദൈവം പരിശോധിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ ഒത്തിരി അത്ഭുതങ്ങൾ കണ്ടവരാണ്. അവർ ഒത്തിരി അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവരാണ്. ഈജിപ്തിൽ കടന്ന ആ ജനം, അവർ കണ്ട അത്ഭുതത്തിന്റെ അത്രയും അത്ഭുതങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. ചെങ്കടൽ 2 തീക്കൽ പാറയിൽ നിന്ന് വെള്ളം ഒഴുകുന്നതും, മന്നയും കാടയും ദൈവം വർഷിപ്പിക്കുന്നതും, മരുഭൂമിയിൽ പകൽ മേഘസ്തംഭവും രാത്രിയിൽ അഗ്നിത്തൂണുമായി ദൈവം അവരോടൊപ്പം സഞ്ചരിക്കുന്നതും, ഇങ്ങനെ ഒട്ടനവധി അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ആ കൂട്ടത്തെ കുറിച്ച് കൊരിന്ത്യ സഭയിൽ പൗലോസ് പറയുന്നു, അവരിൽ മിക്ക പേരിലും, 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിലാണ്, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവർ അത്ഭുതങ്ങൾ കാണാഞ്ഞിട്ടല്ല, അവർ വിടുതലുകൾ കാണാഞ്ഞിട്ടല്ല, ദൈവം അവരുടെ ഒപ്പം ഇല്ലാഞ്ഞിട്ടല്ല, അവരുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അവരിൽ മിക്കവരിലും, ഒട്ടുമുക്കാൽ ആളുകളിലും ദൈവം പ്രസാദിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, അവരാരും തന്നെ ലക്ഷ്യസ്ഥാനത്തെത്തിയില്ല. ഹല്ലേലൂയ. എന്താണ് അതിന്റെ കാരണമെന്ന് മറുപടി പറയുന്നു, മോശേ, ഞാൻ ഈ ജനത്തിന്റെ പിറുപിറുപ്പ് കേട്ടിരിക്കുന്നു. അവരുടെ മനോഭാവങ്ങൾ നന്നല്ലായിരുന്നു. അവരുടെ ആറ്റിറ്റ്യൂഡ് വളരെ മോശമായിരുന്നു. അവർ പലതിലും ദൈവത്തോട് ഫെയ്ത്ത്ഫുൾ അല്ലായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളോട് പ്രവചിക്കാം. നിങ്ങളുടെ പേര് ദൈവത്തിന്റെ ആത്മാവ് തന്നാൽ, ഡീറ്റെയിൽസ് തന്നാൽ അത് പറഞ്ഞ് പ്രവചിക്കാം. പക്ഷേ ആ പ്രവചനം കേട്ടുപോകുന്ന താങ്കൾ വിശ്വസ്തയായ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ പ്രവചനം എന്ന് പറയുന്നത് ഐസ് കട്ടയിൽ പെയിന്റ് അടിച്ചതുപോലെയുള്ളൂ. ഹല്ലേലൂയ. നിക്കില്ല, അത് പ്രയോജനമാകില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇനി എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മിൽ പ്രവർത്തിക്കേണ്ടത്, നമ്മെ അനുഗ്രഹിക്കേണ്ടത് ടിനു ജോർജ് പാസ്റ്ററോ, ക്രിസ്ത്യൻ പാസ്റ്ററോ, കോശി ബ്രദറോ, ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരോ, അല്ലെ ഇനി ബെന്നിഹിന്നോ, റെയ്നാഡ് ബോങ്കയോ ഒന്നുമല്ല. നമ്മളെ വളർത്തേണ്ടത്, ഉയർത്തേണ്ടത്, മാനിക്കേണ്ടത് അത് ദൈവമാണ് നമുക്ക് വേണ്ടി ചെയ്യേണ്ടത്. അത് ദൈവം നമ്മിൽ ചെയ്യാൻ നമ്മളിൽ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്.
നിങ്ങൾ നോക്കുമ്പോൾ വേദപുസ്തകത്തിൽ ജോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ ഈജിപ്തിന്റെ ഗവർണറായി മാറി. ആ മനുഷ്യൻ ഏറ്റവും പരമോന്നതമായ സ്ഥാനത്തിലെത്തി. തന്റെ സഹോദരങ്ങൾ തന്റെ കാല് പിടിച്ച് നമസ്കരിച്ചു. മിസ്രൈമിൽ സുഭിക്ഷിതമായ പ്രോസ്പെരിറ്റി, അഭിവൃദ്ധി ഉണ്ടായ കാലത്ത് ആ ജനം ജോസഫിന്റെ അടുക്കൽ ഗോതമ്പിന് വേണ്ടി വന്നു. എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ, അവിശ്വസ്തനാകാൻ തന്റെ മുമ്പിൽ ഒട്ടനവധി അവസരങ്ങൾ വന്നിട്ടും പുത്തീബറിന്റെ ഭാര്യ തന്നെ പ്രലോഭിപ്പിച്ച് തന്റെ ബെഡ്റൂമിലേക്ക് വിളിക്കുമ്പോഴും അവിടെ നിന്ന് വരെ ഇറങ്ങി ഓടിയ ജോസഫ് തന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ മുൻപാകെ വിശ്വസ്തനായി നടന്ന കാരണം കൊണ്ടാണ് ദൈവത്തിന്റെ ഫേവർ ജോസഫിന്റെ മേളിൽ ഉണ്ടായിരുന്നത്. ആമേൻ. വിശുദ്ധ ബൈബിളിൽ രാജാക്കന്മാരെ മെൻഡർ ചെയ്തിരുന്ന ഒരു രാജ്യത്തിന്റെ തിരുത്തുപദേശകനായി അവരെ മെൻഡർ ചെയ്തിരുന്ന മനുഷ്യനാണ് ഡാനിയേൽ. എന്തുകൊണ്ടാണ് ഡാനിയേൽ എന്ന് പറയുന്ന പുരുഷൻ, ഡാനിയേൽ എന്ന് പറയുന്ന മനുഷ്യൻ വെളിപ്പാടുകൾ ഉള്ളവനായി ഒരു രാജ്യത്തിലെ രാജാക്കന്മാരെ വരെ ഉപദേശിക്കുന്ന, മെൻഡർ ചെയ്യുന്ന ഒരു മനുഷ്യനായി മാറിയത്? അത് ദാനിയേൽ തന്റെ ജീവിതത്തിൽ എടുത്ത തീരുമാനമാണ്. രാജാവിന്റെ വീഞ്ഞുകൊണ്ടും രാജഭോജനം കൊണ്ടും ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കുകയില്ല എന്ന തന്റെ തീരുമാനം. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നു പ്രിയമുള്ളവരെ, ദൈവം തന്റെ ഫേവർ, തന്റെ അനുകൂലത, തന്റെ ബ്ലെസ്സിങ് നമ്മുടെ മേളിൽ ഇടാൻ ദൈവത്തിന് ദൈവത്തിൻ്റെതായ ചില റീസണുകൾ, ചില കാരണങ്ങൾ ഉണ്ട്. അതുകൊണ്ടാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് ദയ തോന്നണം എന്നുള്ളവനോട് ദയ തോന്നുകയും ചെയ്യും. മറ്റൊരു ഭാഗത്തിൽ ദൈവം പറയാണ്, അതിൽ താങ്കൾക്ക് കണ്ണുകടിയുണ്ടോ എന്നാണ് ദൈവം ചോദിച്ചത്. കണ്ണ് കടിച്ചിട്ട് കാര്യമില്ല. ദൈവം പറയുന്നു, എന്റെ മുമ്പിൽ വിശ്വസ്തനായവനെ ഞാൻ അനുഗ്രഹിക്കുന്നതാണ്, ഞാൻ അവനെ മാനിക്കുന്നതാണ്. ഹല്ലേലൂയ. നമ്മളെ ദൈവം ഏൽപ്പിച്ചതായ പല താലന്തുകളുണ്ട്. ഒരുപക്ഷെ ദൈവസഭയുടെ ശുശ്രൂഷ ചെയ്യുന്നതായിരിക്കാം, വോളണ്ടിയർഷിപ്പ് ആയിരിക്കാം, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റുകൾ വായിക്കുന്നതായിരിക്കാം, വർഷിപ്പ് ചെയ്യുന്നതായിരിക്കാം. പല താലന്തുകൾ ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ദൈവം നമ്മളെ ഏൽപ്പിച്ച അല്പമായ കാര്യങ്ങളിൽ, അത് ചെറിയ കാര്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിലും ദൈവം നിങ്ങളെ ഏൽപ്പിച്ചത് വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് മത്തായി 25:14 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അല്പത്തിൽ നീ വിശ്വസ്തനായിരുന്നു, അധികത്തിൽ ഞാൻ നിന്നെ വിചാരകനാക്കും. ഒരു വർധനവ് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് ഇതിൽ? ഞാൻ വെറുതെ പറയല്ല. കെട്ടട്ടെ, പൊട്ടട്ടെ, അടിയട്ടെ, ഉടയട്ടെ എന്നൊക്കെ പറഞ്ഞാൽ തിരുവനന്തപുരം ഇളകുമെന്ന് എനിക്കറിയാം. കുറെ നാളായിട്ട് ഇളകുവാണല്ലോ. ഇന്നൊന്ന് മുറുക്കാം. ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു വർധനവ്, ജീവിതത്തിൽ ഒരു മാറ്റം, എല്ലാ മേഖലയിലും ഒരു വ്യത്യാസം നിങ്ങൾക്കുണ്ടാകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എപ്പോഴും പഠിപ്പിക്കുന്നു, അനുഗ്രഹിക്കപ്പെടുകയാണെങ്കിൽ അബ്രഹാമിനെ പോലെ അനുഗ്രഹിക്കപ്പെടണം. ബിക്കോസ് വി ആർ ദ സീഡ് ഓഫ് ഏബ്രഹാം. നമ്മൾ അബ്രഹാമിയ സന്തതികളാണ് വിശ്വാസത്താൽ. എന്താണ് അബ്രഹാമിനെ ദൈവം ബ്ലസ് ചെയ്യാനുള്ളതിന്റെ റീസൺ? അബ്രഹാം വലിയൊരു മനുഷ്യനോ വലിയ കുടുംബ പശ്ചാത്തലമുള്ള ആളോ ഒന്നുമല്ല. ഒരു വഴിയോര കച്ചവടക്കാരൻ, ഒരു സാധാരണ മനുഷ്യൻ. ആ മനുഷ്യൻ വിശ്വാസികളുടെ പിതാവായി മാറി. സാമ്പത്തികമായ, ഭൗതികമായ വലിയ ഭദ്രതയും അതിന്റെ നന്മയും അബ്രഹാമിന്റെ ജീവിതത്തിൽ അതിശക്തമായി വെളിപ്പെട്ടു. അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ധനാഢ്യനായി മാറി അബ്രഹാം. അതാണ് ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഞാൻ കാണുന്നത്. അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ റിച്ച് മാൻ. ആൻഡ് അബ്രഹാം വാസ് വെരി റിച്ച് ഇൻ കാറ്റിൽ, ഇൻ സിൽവർ ആൻഡ് ഇൻ ഗോൾഡ്. കന്നുകാലി, വെള്ളി, പൊന്ന്, ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായി. പക്ഷെ എന്തായിരുന്നു അബ്രഹാമിന്റെ അനുഗ്രഹത്തിന്റെ റീസൺ? ഇത് ഉൽപ്പത്തിയിൽ നിങ്ങൾ വായിച്ചാൽ എല്ലാ കാര്യവും കിട്ടൂല. എന്നെ അത്ഭുതപ്പെടുത്തി. ഇത് നെഹമ്യാവിന്റെ പ്രവചന പുസ്തകത്തിൽ, നെഹമ്യാവിന്റെ പ്രവചന പുസ്തകം 9-ാം അധ്യായം 7-8 വാക്യങ്ങളിൽ
രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അബ്രഹാമിനെ തിരഞ്ഞെടുത്തു, അവനെ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് കൊണ്ടുവന്നു, അവൻ അബ്രഹാം എന്ന് പേരിട്ടു. ദൈവമായ യഹോവ, ആ പേരിട്ട ദൈവമായ യഹോവ നീ തന്നെ. 8-ാമത്തെ വാക്യം, നീ അവന്റെ ഹൃദയം, വായിച്ച പാസ്റ്റേ, നെഹമ്യാ പ്രവചനം 9-ാം അധ്യായം 8-ാം വാക്യം, നീ അവന്റെ ഹൃദയം നിന്റെ മുൻപാകെ വിശ്വസ്തമായി കണ്ടു. കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, എബൂസ്യർ, ഗിർഗസ്യർ എന്നിവരുടെ ദേശം കൊടുക്കും, അവന്റെ സന്തതിക്കും തന്നെ കൊടുക്കുമെന്ന് നീ അവനോട് ഒരു നിയമം ചെയ്തു. എന്താണ് ജനറേഷണൽ ബ്ലെസ്സിംഗ് ഉണ്ടായത്? ആ വാക്യം 8-ാമത്തെ വാക്യത്തിന്റെ ഒന്നുകൂടെ വായിച്ചു കേൾപ്പിക്കാവോ? നീ അവന്റെ ഹൃദയം, നീ അവന്റെ ഹൃദയം നിന്റെ മുൻപാകെ, എല്ലാരും പറഞ്ഞേ, ദൈവത്തിന്റെ മുൻപാകെ, ദൈവത്തിന്റെ മുൻപാകെ വിശ്വസ്തതയുള്ളതായിരുന്നു, വിശ്വസ്തതയുള്ളതായിരുന്നു. ഇപ്പം ടിനുപാസ്റ്റർ മുൻപാകെ അഭിനയിച്ചു കാണിക്കാം, ക്രിസ്റ്റിപാസ്റ്റർ മുൻപാകെ അഭിനയിച്ചു കാണിക്കാം. ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ഞങ്ങൾ ഒന്നുകൂടെ കുറച്ചുകൂടെ പല്ല് കാട്ടി ചിരിക്കുമായിരിക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ എന്റെ ഫെയ്ത്ത്ഫുൾനെസ്, എന്റെ വിശ്വസ്തത ഞാൻ ശരിക്കും പ്രൂവ് ചെയ്യേണ്ടത് മനുഷ്യന്റെ മുൻപാകെ അല്ല, ദൈവത്തിന്റെ മുൻപാകെയാണ്. എന്നാൽ അതിന്റെ ഒരു ഓപ്പോസിറ്റ് സൈഡ് ഞാൻ പറയാം. ദൈവത്തിന്റെ മുൻപാകെ വിശ്വസ്തനായിരിക്കുന്നവൻ മനുഷ്യരുടെ മുൻപിലും വിശ്വസ്തനായിരിക്കും. ഒരു ജനറേഷണൽ ബ്ലെസ്സിംഗ് നോക്കിയേ. സന്തതികൾക്ക്, സന്തതികളുടെ സന്തതികൾക്ക്, സന്തതി പരമ്പരകളുടെ മേളിൽ ദൈവം ഒരു ഉടമ്പടി ചെയ്യാൻ, ഒരു നിയമം ചെയ്യാൻ ഉള്ള റീസൺ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അബ്രഹാം ദൈവത്തിന്റെ മുൻപാകെ വിശ്വസ്തനായി നടന്നു. ഹല്ലേലൂയ. 101-ാം സങ്കീർത്തനം അതിന്റെ 4, 5, 6 വാക്യങ്ങളിൽ ബൈബിൾ പറയുന്നു, വക്രഹൃദയം എന്നോട് അകന്നിരിക്കും, ദുഷ്ടതയെ ഞാൻ അറിയുകയില്ല, കൂട്ടുകാരനെ കുറിച്ച് ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും, ഉന്നത ഭാവവും നിഗള ഹൃദയവുമുള്ളവനെ ഞാൻ സഹിക്കുകയില്ല. 6-ാമത്തെ വാക്യം സെലിബ്രേറ്റ് ചെയ്യണം. 6-ാമത്തെ വാക്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. ദേശത്തിലെ വിശ്വസ്തന്മാർ എന്നോടുകൂടെ വസിക്കേണ്ടതിന് എന്റെ ദൃഷ്ടി അവരുടെ മേലിരിക്കുന്നു. നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവൻ എന്നെ ശുശ്രൂഷിക്കും. കൈ ഉണ്ടെങ്കിലും നടിക്കാം, കർത്താവിന് നന്ദി പറയാം. What a powerful word that. ദേശത്തിലെ വിശ്വസ്തന്മാർ എന്നോടുകൂടെ വസിക്കും. ദൈവം പറയുന്നു, എന്റെ ദൃഷ്ടി അവരുടെ മേലിരിക്കും. ആരുടെ മേലിരിക്കും? ദൈവത്തിന്റെ മുൻപാകെ ഫെയ്ത്ത്ഫുൾ ആയിരിക്കുന്ന, ദൈവം ഏൽപ്പിച്ച കാര്യങ്ങളിൽ ഫെയ്ത്ത്ഫുൾ ആയിരിക്കുന്ന, സഭയിൽ, ശുശ്രൂഷയിൽ, നിങ്ങൾക്ക് മീതെയുള്ള ദൈവദാസനോടുള്ള ബന്ധത്തിൽ, സഹപ്രവർത്തകരോടുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ ഭാര്യയോട്, ഭർത്താവിനോട്, നിങ്ങളുടെ മക്കളോടൊക്കെയുള്ള ബന്ധത്തിൽ നിങ്ങൾ വിശ്വസ്തനാണെങ്കിൽ, വിശ്വസ്തയാണെങ്കിൽ, മക്കളെ, നിങ്ങളുടെ മേളിൽ ദൈവത്തിന്റെ ദൃഷ്ടി ഇരിക്കുമെന്ന് മാത്രമല്ല, നിങ്ങളെ ദൈവ ശുശ്രൂഷയിൽ എഴുന്നേൽപ്പിക്കും. ഈ ശുശ്രൂഷിക്കാൻ, ദൈവത്തെ ശുശ്രൂഷിക്കാൻ ആർക്കൊക്കെ ആഗ്രഹമുണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒത്തിരി കരമുയരും. ദൈവത്തെ ശുശ്രൂഷിക്കാൻ, ദൈവത്തിന്റെ നാമത്തെ ഉയർത്താൻ, ഒരു ശക്തമേറിയ ശുശ്രൂഷയുടെ ഒരു മാൻഡിൽ, ഒരു പുതപ്പ് നിങ്ങളുടെ മേളിൽ വീഴാൻ എത്ര പേർക്ക് കൊതിയുണ്ടെന്ന് ചോദിച്ചാൽ ഒത്തിരി പ്രിയമുള്ളവർ കരങ്ങൾ ഉയർത്തും. പക്ഷേ ആര് കരമുയർത്തിയില്ലെങ്കിലും ബൈബിൾ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്, നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവൻ എന്നെ ശുശ്രൂഷിക്കും. എല്ലാ ക്രൂക്കഡ്നെസ്സും, നമ്മുടെ അകത്ത് പിശാച് കൊണ്ടുവരുന്ന, നമ്മെ തകർക്കാൻ കൊണ്ടുവരുന്ന എല്ലാ ക്രൂക്കഡ്നെസ്സും, തെറ്റായ ചിന്തകൾ, തെറ്റായ വഴികളിലൂടെയുള്ള പണസമ്പാദനങ്ങൾ, റോങ് റിലേഷൻഷിപ്സ്, തെറ്റായ ബന്ധങ്ങൾ, റോങ് ആറ്റിറ്റ്യൂഡ്സ്, ഇതെല്ലാം ഇന്ന് ഈ ആരാധനയിൽ ദൈവത്തിന്റെ മുൻപിൽ ഒരു മൺകുടം ഉടച്ച് കളയുന്നത് പോലെ പൊട്ടിച്ചു കളഞ്ഞാൽ, ദൈവാത്മ പറയുന്നു, നിന്നെ ദൈവം ഇന്ന് പുറത്തെടുക്കാൻ പോവുകയാണ്. എന്തോ വലിയ കെണികൾക്കകത്ത് നിന്ന്
ചിലന്തി വല കൂട്ടി അതിനകത്ത് ചില പ്രാണികളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് പോലെ നീ അകപ്പെട്ടു പോയ ചില വിഷയങ്ങൾക്കകത്ത് നിന്ന് ഇന്ന് പകൽ ദൈവം നിന്നെ പുറത്തെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. Faithfulness. പ്രത്യേകിച്ച് ചർച്ചിന്റെ ശുശ്രൂഷകർ, ലീഡർഷിപ്പിൽ നിൽക്കുന്നവർ, പാട്ടുപാടുന്നവർ, സഭയുടെ ഉത്തരവാദിത്വങ്ങളിൽ നിൽക്കുന്നവർ. ഈ സഭയുടെ ഉത്തരവാദിത്വങ്ങളിൽ നിൽക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അത് ദൈവം അപ്പോയിന്റ് ചെയ്ത ഒന്നാണ്. ഞാൻ ഈ വാക്യം വായിക്കുമ്പോഴൊക്കെ എന്റെ മനസ്സിൽ ഒരു പുഞ്ചിരി വരാറുണ്ട്. സദൃശ്യവാക്യം 29:12 അവിടെ എഴുതിയിരിക്കുകയാണ്, അധിപതി നുണ കേൾക്കാൻ തുടങ്ങിയാൽ അവന്റെ ഭൃത്യന്മാരൊക്കെയും ദുഷ്ടന്മാരാവും. മനസ്സിലാവുന്നുണ്ടോ? ഈ ലീഡർഷിപ്പിൽ ഇരിക്കുന്നവർ, ശുശ്രൂഷയുടെ കാറ്റഗറി, അപ്പോസ്തലൻ, പ്രവാചകൻ, ഇടയൻ, ഉപദേഷ്ടാവ്, സുവിശേഷകൻ, ഇങ്ങനെയൊക്കെ ദൈവം വെച്ച ഒരു ഹയറാർക്കി ഉണ്ട്. ആ തലപ്പത്തിരിക്കുന്ന അധിപതി, ലീഡർഷിപ്പിൽ നിൽക്കുന്നവർ, ഉത്തരവാദിത്തങ്ങൾ ടാഗിട്ടിരിക്കുന്നവർ, സഭയുടെ ഉത്തരവാദിത്തത്തിൽ നിൽക്കുന്നവർ, നിങ്ങൾ ലീഡേഴ്സ് ആണ്, നിങ്ങൾ സെർവൻസ് ആണ്. ഓൾ ഈസ് സെർവൻസ് എന്ന് എഴുതിയിരിക്കുന്നത്. ഹൗ മെനി സെർവൻസ് ഓഫ് ഗോഡ് ആർ ഹിയർ? ദൈവത്തിന്റെ ദാസന്മാർ, ദാസിമാർ എന്ന് കൈ ഉയർത്തിയ അവര് പറയുകയാണ്, ആ സെർവൻസ്, ആ ശുശ്രൂഷകർ നുണയും കൊതിയും പറയുന്നവരായാൽ, നുണ കേൾപ്പാൻ തുടങ്ങിയാൽ, ഈ താഴെ നിൽക്കുന്ന ആളുകളാണ് ഭൃത്യന്മാരെന്ന് പറയുന്നത്. അവന്റെ ഭൃത്യന്മാരെല്ലാം ദുഷ്ടന്മാരാവും. ഹലോ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. 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 വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഈ അഭിഷേകത്തിന്റെ തൈലം വീഴുന്നത് അഹരോന്റെ തലയിലാണ്. അഹരോന്റെ തലയിൽ വീണ അഭിഷേക തൈലം ഈ മുഖത്തൂടെ ഒഴുകി താടി രോമങ്ങളിലൂടെ ഒഴുകി താഴെ വസ്ത്രത്തിലേക്ക് വരികയാണ്, വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് വരികയാണ്. ഈ ലീഡർഷിപ്പിൽ ദൈവം പ്രധാന സ്ഥാനങ്ങളിൽ ഇരുത്തിയിരിക്കുന്നവർ ഓർക്കണം, അവരിൽ നിന്നാണ്, അവരിലേക്കാണ് ദൈവം എല്ലാം പകരുന്നതും ദൈവം ഏൽപ്പിക്കുന്നതും. അവിടെ നിന്നാണ് ബാക്കിയെല്ലാം താഴോട്ട് വരുന്നത്. താഴോട്ട് വരുന്നെന്ന് വെച്ചാൽ ഇന്ന് പുതുതായി വന്നവർ, ഈ സഭയിലെ മെമ്പർഷിപ്പിലുള്ളവർ, ഇതിനകത്ത് കുടുംബങ്ങൾ, ഇതിനകത്ത് വന്ന ദൈവത്തെ നിഷ്കളങ്കമായി നിസ്വാർത്ഥമായി വന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ, അവരെല്ലാം ബ്ലസ്ഡ് ആകേണ്ടത് ഈ ശരിക്കും പറഞ്ഞ ലീഡർഷിപ്പിൽ നിൽക്കുന്നതായ, ശുശ്രൂഷയിൽ നിൽക്കുന്നവരായ ആളുകളുടെ ആറ്റിറ്റ്യൂഡും സ്നേഹവും വിശ്വസ്തതയും ഐക്യതയും അനുസരണവുമാണ് അവരുടെ ജീവിതത്തിൽ വിടുതലുകൾ ഉണ്ടാക്കുന്നത്. ഹല്ലേലൂയ. അതിങ്ങനെ കണക്റ്റഡ് ആണ്, അതിങ്ങനെ കണക്റ്റഡ് ആണ്. ആമേൻ. ശബ്ദമുയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മലാക്കിയുടെ പ്രവചന പുസ്തകം 2-ാം അധ്യായം 15-16 വാക്യം. മലാക്കിയുടെ പ്രവചന പുസ്തകം 2-ാം അധ്യായം 15-16 വാക്യം. ലേശം പോലും സുബോധം ശേഷിച്ചിരുന്ന ഒരുത്തൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാൽ ആ ഒരുത്തൻ എന്ത് ചെയ്തു? ദൈവം വാഗ്ദത്തം ചെയ്ത സന്തതിയെ അവൻ അന്വേഷിച്ചു. നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊള്ളുവീൻ. തന്റെ യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസ്തത കാണിക്കരുത്. ഞാൻ ഉപേക്ഷണം വെറുക്കുന്നുവെന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്തിരിക്കുന്നു. അത് എനിക്ക് യൗവനത്തിലെ ഭാര്യയുടെ എന്നുള്ള വേർഡ് മാത്രം കിട്ടിയാൽ മതി. തന്റെ യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസ്തത കാണിക്കരുത്. സഹോദരന്മാരെല്ലാം എന്നെ നോക്ക്. പ്രസംഗിക്കണോ? ഇനി ഇത് പ്രസംഗിക്കണോ? വേണോ? ഭാര്യയോട് അവിശ്വസ്തത കാണിക്കരുത്. ഇനി അതെന്തോ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ വേണ്ട. ഇതിന്റെ ഞാനങ്ങ് ഇസ്രായേലിൽ പോയി തോറായൊക്കെ എടുത്തോണ്ട് വരണോ? ഇതിനകത്ത് ഇനി എന്താ എക്സ്പ്ലനേഷൻ വേണ്ടത്? നിന്റെ യൗവനത്തിലെ ഭാര്യയോട് നീ അവിശ്വസ്തത കാണിക്കരുത്. You have to be faithful to your husband and your wife because you are serving a faithful God. Hallelujah. Hallelujah. അബ്രഹാം വിശ്വസ്തനായ കാരണം കൊണ്ട്
അബ്രഹാമിന്റെ ലൈഫിൽ ഒരു ജനറേഷണൽ ബ്ലെസ്സിംഗ് ഉണ്ടായി. പറഞ്ഞ ജനറേഷണൽ ബ്ലെസ്സിംഗ്. ജനറേഷണൽ ബ്ലെസ്സിങ്സ്. പരിശുദ്ധാത്മാവ് എന്റെ മേലിലുണ്ടെന്ന് ഉറപ്പുള്ളവരെല്ലാം ഒന്ന് കൈ ഉയർത്തി. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലിൽ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും യേശു നിങ്ങളുടെ കർത്താവാകത്തില്ല. പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യന്റെ മേളിൽ ഉണ്ടെന്ന് എങ്ങനെ അറിയാം? ഇന്നലെ ആ പുള്ളി നല്ലതായിട്ട് തറയിൽ കിടന്ന് ഉരുണ്ടായിരുന്നു. അങ്ങനെയാണോ? ആണോ? പിന്നെ ആ പാട്ട് പാടിയ സമയത്ത് പുള്ളി നല്ലതായിട്ട് ചാടുന്നുണ്ടായിരുന്നു. അങ്ങനെയാണോ? ഒരു വൃക്ഷത്തെ എങ്ങനെയാ അറിയുന്നേ? ഇപ്പൊ മാങ്ങയുടെ സീസണാ. ഈ നിങ്ങളുടെ തിരുവനന്തപുരം ഭാഷയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ പല ഇനത്തിൽപ്പെട്ട മാങ്ങകളുണ്ട്. ഈ മാവിന്റെ ഇലയൊക്കെ കണ്ടാൽ ഏകദേശം എല്ലാ മാവിന്റെ ഇലയും ഒരുപോലെ ഇരിക്കും. മാവിന്റെ ഇല ഒരിക്കലും വാഴയില പോലെ ഇരിക്കില്ല. മാവുകളുടെ ഇല ഏകദേശം എല്ലാം ഒരുപോലെ ഇരിക്കും. പക്ഷേ ഇതേത് ഇനമാണെന്ന് അറിയുന്നത് അതിൽ മാങ്ങ ഉണ്ടായി കഴിയുമ്പോഴാണ്.